ഹായ് ഫ്രണ്ട്സ്, PSC മാസ്റ്റർ ദ ഗേറ്റ്വേ ടു സക്സസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് കേരള PSCയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായ സാമ്പത്തിക ശാസ്ത്രമാണ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ നിന്നും എല്ലാ പരീക്ഷകൾക്കും തീർച്ചയായും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ അതിൽ തന്നെ വളരെയധികം കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, പഞ്ചവത്സര പദ്ധതികൾ, ബാങ്കിങ്, ഇതെല്ലാം തന്നെ ഈ ഒരു മേഖലയിൽ ഉൾപ്പെട്ടതാണ്. അപ്പോൾ എൻ്റെ ഈ ക്ലാസ് നിങ്ങൾ പൂർണ്ണമായും ശ്രദ്ധിച്ച് പഠിക്കുക. കാരണം ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും തന്നെ പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ളതുമായ കാര്യങ്ങളാണ്. അപ്പോൾ ഒരു പോയിന്റ്സ് പോലും വിട്ടുകളയാതെ പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. നമുക്ക് പഠിച്ചു തുടങ്ങാം. സ്റ്റഡി ഓഫ് എക്കണോമിക്സ്, സമ്പത്തിനെ കുറിച്ചുള്ള പഠനം. അപ്പോൾ സമ്പത്തിനെ കുറിച്ചുള്ള പഠനത്തെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? അഫ്നോളജി എന്നാണ് സ്റ്റഡി ഓഫ് എക്കണോമിക്സിനെ അറിയപ്പെടുന്നത്. അപ്പോൾ അഫ്നോളജി എന്ന് എന്തിനാണ് അറിയപ്പെടുന്നത്? സ്റ്റഡി ഓഫ് എക്കണോമിക്സ്. അപ്പോൾ ഫാദർ ഓഫ് എക്കണോമിക്സ് ആരാണ് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്? ആഡം സ്മിത്ത് ആണ് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ബുക്കാണ് വെൽത്ത് ഓഫ് നേഷൻസ്. വെൽത്ത് ഓഫ് നേഷൻസ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ബുക്കാണ്. എന്താണ്? വെൽത്ത് ഓഫ് നേഷൻസ് ആണ് ഫാദർ ഓഫ് എക്കണോമിക്സ് എന്നറിയപ്പെടുന്ന ആഡം സ്മിത്തിന്റെ പ്രശസ്തമായ ബുക്കാണ് വെൽത്ത് ഓഫ് നേഷൻസ്. എന്നാൽ ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമിക്സ് ആരാണ്? ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമിക്സ് ആരാണെന്ന് ചോദിച്ചാൽ ദാദാബായ് നവറോജി. അപ്പോൾ ഫാദർ ഓഫ് എക്കണോമിക്സ് എന്നോ ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് എന്നോ ചോദിച്ചു കഴിഞ്ഞാൽ ആഡം സ്മിത്ത് ആണ്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ബുക്കാണ് വെൽത്ത് ഓഫ് നേഷൻസ്. എന്നാൽ ഇന്ത്യൻ എക്കണോമിക്സ്, ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ദാദാബായ് നവറോജിയാണ്. ദാദാബായ് നവറോജിയാണ് ഇന്ത്യൻ എക്കണോമിക്സിന്റെ പിതാവ്. പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എന്ന ബുക്ക് എഴുതിയത് ആരാണ്? പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എന്ന ബുക്ക് എഴുതിയത് ആൽഫ്രഡ് മാർഷൽ ആണ്. ആൽഫ്രഡ് മാർഷൽ ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എന്ന പുസ്തകം എഴുതിയത്. ഇനി നമുക്ക് നൊബേൽ പ്രൈസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ഫാക്ട് പഠിക്കാം. 2019 എക്കണോമിക്സിന് നൊബേൽ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? അഭിജിത്ത് ബാനർജി, എസ്തർ ഡിഫ്ലോ. അഭിജിത്ത് ബാനർജിയും എസ്തർ ഡിഫ്ലോയും സാമ്പത്തിക ശാസ്ത്രത്തിന് നൊബേൽ പ്രൈസ് ലഭിക്കുന്ന ആദ്യ ദമ്പതിമാരാണ്. പ്രത്യേകം ഓർക്കുക, അഭിജിത്ത് ബാനർജി ഇന്ത്യൻ വംശജനായ അമേരിക്കക്കാരനാണ്. ഇന്ത്യൻ വംശജനാണ് അഭിജിത്ത് ബാനർജി. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും എക്കണോമിക്സിനുള്ള 2019 നൊബേൽ പ്രൈസ് ലഭിച്ചു. അതിനോടൊപ്പം ലഭിച്ച മറ്റൊരു വ്യക്തിയാണ് മിഷേൽ ക്രീമർ. മിഷേൽ ക്രീമറിനാണ് ഇതിനൊപ്പം സാമ്പത്തിക ശാസ്ത്രത്തിന് നൊബേൽ പ്രൈസ് ലഭിച്ച മറ്റൊരു വ്യക്തി. മിഷേൽ ക്രീമർ, അഭിജിത്ത് ബാനർജി ഇന്ത്യൻ വംശജനാണ്, എസ്തർ ഡിഫ്ലോ, മിഷേൽ ക്രീമർ. എന്തിനാണ് ഇവർക്ക് നൊബേൽ പ്രൈസ് ലഭിച്ചത്? ഫോർ ദർ എക്സ്പെരിമെന്റൽ അപ്രോച്ച് ടു അലവിയേറ്റിംഗ് ഗ്ലോബൽ പോവർട്ടി. പോവർട്ടി അലവിയേഷന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഇവർക്ക് എന്ത് ലഭിച്ചത്? ആഗോള ദാരിദ്ര്യം ലഘൂകരിക്കുന്നതിനുള്ള പരീക്ഷണാത്മകമായ സമീപനത്തിനാണ് 2019 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ഇവർക്ക് ലഭിച്ചത്. അപ്പോൾ നമ്മളൊരു കറണ്ട് അഫയേഴ്സ് ഫാക്റ്റും കൂടി പഠിച്ചു. അഭിജിത്ത് ബാനർജി, എസ്തർ ഡിഫ്ലോ, മിഷേൽ ക്രീമർ തുടങ്ങിയവർക്കാണ് നൊബേൽ പ്രൈസ് ലഭിച്ചത്. ഇതിൽ അഭിജിത്ത് ബാനർജി ഇന്ത്യൻ വംശജനാണ്. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം എവിടെയാണ്? ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമാണ് മുംബൈ. എക്കണോമിക് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് മുംബൈ ആണ്. ഇനി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ പ്രധാനമായും 3 മേഖലകളായി തിരിച്ചിരിക്കുന്നു. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. പ്രൈമറി സെക്ടർ കൃഷി, മത്സ്യബന്ധനം, ഖനനം, വനം തുടങ്ങിയ മേഖലകളെ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൃഷി, മത്സ്യബന്ധനം, ഖനനം, വനം തുടങ്ങിയവ പ്രൈമറി സെക്ടറിൽ ഉൾപ്പെടുന്നു. ഇനി സെക്കൻഡറി സെക്ടർ അല്ലെങ്കിൽ ദ്വിതീയ മേഖലയിലാണ് വ്യവസായം, ഊർജോൽപാദനം തുടങ്ങിയവ ഉൾപ്പെടുന്നത്. തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്നതാണ് ബാങ്കിങ്, ഗതാഗതം തുടങ്ങിയ മേഖലകൾ. ഇത് നിങ്ങൾ ഉദാഹരണം ഏതൊക്കെയാണ് പ്രാഥമിക മേഖലയിൽ, ദ്വിതീയ മേഖലയിൽ, തൃതീയ മേഖലയിൽ ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് പ്രത്യേകം പഠിക്കുക. കാരണം ഇതെല്ലാം തന്നെ SCERT ടെക്സ്റ്റ് ബുക്കുകളിൽ ഉള്ളതാണ്. ഇപ്പോൾ PSC SCERTയുടെ ടെക്സ്റ്റ് ബുക്കുകളിലുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ഈ പരീക്ഷകൾക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക. ഇനി ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയത് ആരാണ്? ദേശീയ വരുമാനം കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കും. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയത് ആരാണ്? ദാദാബായ് നവറോജിയാണ് ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയത്. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയത് ദാദാബായ് നവറോജിയാണ്. ഡ്രെയിൻ തിയറിയുടെ ഉപജ്ഞാതാവ്, ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാലും ദാദാബായ് നവറോജിയാണ്. എന്താണ് ഈ ചോർച്ചാ സിദ്ധാന്തം? ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അദ്ദേഹത്തിന്റെ സിദ്ധാന്തമാണ് ഡ്രെയിൻ തിയറി.
ഇതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നുള്ളത് ഡ്രെയിൻ തിയറിയുമായി ബന്ധപ്പെട്ട് ദാദാബായ് നവറോജി എഴുതിയ പുസ്തകമാണ്. ഈ ചോദ്യങ്ങളെല്ലാം തന്നെ പ്രീവിയസ് PSCയുടെ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഞാനൊരു 5 ചോദ്യങ്ങൾ ഇവിടെ പോയിന്റ്സ് പറയും. ഇതിന്റെ എല്ലാത്തിന്റെയും ആൻസർ ഒന്നാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയത് ആര്? സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയത് ആര്? ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ്. ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊൽക്കത്തയിൽ സ്ഥാപിച്ചത് 1931. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊൽക്കത്തയിൽ ആരംഭിച്ചത് ആര്? ഇന്ത്യൻ സ്ഥിതിവിവര ശാസ്ത്രം, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തിയും ഇദ്ദേഹമാണ്. ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ്, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവ്. 1931 കൊൽക്കത്തയിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനം സ്ഥാപിച്ചത് ഇദ്ദേഹമാണ്. സംഖ്യ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചതും ഇദ്ദേഹമാണ്. സംഖ്യ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചതും ഇദ്ദേഹമാണ്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്ന കേന്ദ്ര സ്ഥിതിവിവര സംഘടനയാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. ഇതിന്റെ സ്ഥാപകൻ ആരാണ്? ഇത് രൂപീകരിച്ചത്, ഇത്രയും ചെയ്തത് PC മഹലനോബിസ് ആണ്. അപ്പോൾ PC മഹലനോബിസിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയത് ആരെന്ന് ചോദിച്ചാൽ ദാദാബായ് നവറോജിയാണ്. തിരിഞ്ഞു പോകരുത്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ PC മഹലനോബിസ് ആണ്, ദാദാബായ് നവറോജി അല്ല. അതുപോലെ തന്നെ ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ് ആര്? ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാലും PC മഹലനോബിസ് ആണ്. കൊൽക്കത്തയിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചതും PC മഹലനോബിസ് ആണ്. സംഖ്യ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചതും PC മഹലനോബിസ് ആണ്. അപ്പോൾ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനായി ഉള്ള ഒരു സംഘടനയാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. ഇത് ഇദ്ദേഹമാണ് സ്ഥാപിച്ചത്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേ എന്ന് പറയുന്നത് ജൂൺ 29-നാണ്. എന്തുകൊണ്ടാണിത് 29-ന് ഇങ്ങനെ ഒരു ദിനം ആചരിക്കുന്നത്? PC മഹലനോബിസിന്റെ ജന്മദിനമാണ് ജൂൺ 29. അതുകൊണ്ട് തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ജൂൺ 29 സ്റ്റാറ്റിസ്റ്റിക്കൽ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. 1955 മുതലാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ദേശീയ വരുമാനം കണക്കാക്കാൻ തുടങ്ങിയത്. ഇനി നമ്മൾ ഇന്ത്യയിൽ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയത് ആരാണെന്ന് പഠിച്ചു, PC മഹലനോബിസ്. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയത് ദാദാബായ് നവറോജി. ഇനി ഇന്ത്യയിൽ ആദ്യമായി ശാസ്ത്രീയമായി ദേശീയ വരുമാനം കണക്കാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ VKRV റാവു. VKRV റാവു ആണ് ഇന്ത്യയിൽ ആദ്യമായി ശാസ്ത്രീയമായി ദേശീയ വരുമാനം കണക്കാക്കിയത്. ഇനി ദേശീയ വരുമാനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചില പ്രധാനപ്പെട്ട ടേംസ് പഠിക്കാനുണ്ട്. ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണെന്ന് നമ്മൾ പഠിച്ചു. ഇതിന്റെ ശില്പി PC മഹലനോബിസ് ആണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഒരു ദേശീയ വരുമാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ദേശീയ വരുമാനം എന്ന് പറഞ്ഞാൽ ഒരു വർഷം ഒരു രാജ്യത്ത് മൊത്തം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ തുകയാണ് ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് SCERTയുടെ 9ാം ക്ലാസ്സിലെ ഒരു ക്ലാസ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫസ്റ്റ് പാർട്ട് ചെയ്തിട്ടുണ്ട്. അത് നോക്കിയാൽ വിശദമായിട്ടത് മനസ്സിലാവും. ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണ്. ഒരു രാജ്യത്ത് ഒരു വർഷം മൊത്തം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ തുകയാണ് ദേശീയ വരുമാനം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ടേമാണ് GNP, മൊത്തം ദേശീയ ഉൽപാദനം. GNP എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സാമ്പത്തിക വർഷം ഒരു രാജ്യത്തിനകത്തും പുറത്തുമുള്ള പൗരന്മാർ ഉൽപ്പാദിപ്പിച്ച എല്ലാ അന്തിമ സാധന സേവനങ്ങളുടെയും ആകെ മൂല്യം, ഫൈനൽ പ്രോഡക്റ്റിന്റെ മൂല്യം നമ്മൾ മണിയായിട്ട് എടുക്കുന്നതാണ് GNP. ഇനി GDP എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സാമ്പത്തിക വർഷം ഒരു രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിച്ച എല്ലാ അന്തിമ സാധന സേവനങ്ങളുടെയും മൂല്യമാണ് GDP. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണ് GDP. നിങ്ങൾ അത് വെച്ച് മനസ്സിലാക്കാം. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ നമ്മുടെ രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിച്ചത്. GNP എന്ന് പറഞ്ഞാൽ ടോട്ടൽ നാഷണൽ പ്രോഡക്റ്റ് ആണ്, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് ആണ്. അത് രാജ്യത്തിനകത്തും പുറത്തും ഉൽപ്പാദിപ്പിച്ചത് വരും. ഇനി പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിലെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തെ എന്താണ് ആ പ്രദേശത്തെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചാൽ ലഭിക്കുന്നതാണ് പെർ ക്യാപിറ്റ ഇൻകം അല്ലെങ്കിൽ പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 ടേമും നിങ്ങൾ പ്രത്യേകം പഠിച്ചു വെക്കുക.
ഇന്ത്യയിൽ പ്രതിശീർഷ വരുമാനം ഏറ്റവും കൂടിയ സംസ്ഥാനം ഏതാണ്, കുറഞ്ഞ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ പ്രതിശീർഷ വരുമാനം ഏറ്റവും കൂടിയ സംസ്ഥാനം ഗോവയും ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ബീഹാറാണ്. അപ്പോൾ പ്രതിശീർഷ വരുമാനം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഒരു രാജ്യത്തിലെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ എന്താണ് മൊത്തം GDP-യെ ആ പ്രദേശത്തെ ജനസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നതാണ് പെർ ക്യാപിറ്റ ഇൻകം അല്ലെങ്കിൽ പ്രതിശീർഷ വരുമാനം. അപ്പോ ഇത് ഏറ്റവും കൂടിയത് ഏതാണെന്ന് ചോദിച്ചാൽ ഗോവയിലാണ്. ഗോവയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രതിശീർഷ വരുമാനം കൂടിയ സംസ്ഥാനം. കുറഞ്ഞ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ബീഹാറാണ്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് മാനവ വികസന സൂചിക, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. ഇത് കണക്കാക്കുന്നത് UNDP ആണ്. ന്യൂയോർക്കിലെ UNDP ആണ് ഇത് കണക്കാക്കുന്നത്. ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ വ്യക്തികളുടെ സമഗ്ര പുരോഗതി, മനുഷ്യന്റെ ഹ്യൂമന്റെ സമഗ്ര പുരോഗതി, ഹ്യൂമൻ ഡെവലപ്മെന്റ്, അതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇത് കണക്കാക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ന്യൂയോർക്കിലെ UNDP ആണ് ഇത് കണക്കാക്കുന്നത്. ഇത് ആദ്യമായി HDI തയ്യാറാക്കിയ സാമ്പത്തിക ശാസ്ത്രജ്ഞർ ആരാണെന്ന് ചോദിച്ചാൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് തയ്യാറാക്കിയ സാമ്പത്തിക ശാസ്ത്രജ്ഞർ എക്കണോമിസ്റ്റുകൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അമർത്യ സെന്നും മെഹബൂബ് ഉൽ ഹക്കുമാണ്. ഇന്ത്യക്കാരനായ അമർത്യ സെന്നും പാകിസ്ഥാൻകാരനായ മെഹബൂബ് ഉൽ ഹക്കുമാണ് ഇത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് തയ്യാറാക്കിയത്. ഇനി അമർത്യ സെൻ എന്താണ് പ്രത്യേകത? സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരനാണ് അമർത്യ സെൻ. 1998 ഇദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് ലഭിക്കുന്നത്. 98 അമർത്യ സെന്നിന് സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിക്കുന്നത്. ഇനി ഇത് കണക്കാക്കുന്നത് ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ ദാരിദ്ര്യരേഖ നിശ്ചയിക്കുന്നത് എങ്ങനെയാണ്? ഇത് മുൻപ് നടന്നൊരു പരീക്ഷയ്ക്ക് ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഇത് പ്രത്യേകിച്ച് പഠിക്കണം. ഇന്ത്യയിൽ ഗ്രാമങ്ങളിൽ ദാരിദ്ര്യരേഖ കണക്കാക്കുന്നത് പ്രതിദിനം 2400 പെർ ഡേ, 2400 കലോറി പെർ ഡേ, പ്രതിദിനം 2400 കലോറി ഊർജ്ജം ലഭിക്കാൻ ആവശ്യമായ ആഹാരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഒരു ദിവസം ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ 2400 കലോറി ഊർജ്ജം ലഭിക്കാൻ, അത്രയും എനർജി ലഭിക്കാൻ ആവശ്യമായ ആഹാരം, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഗ്രാമങ്ങളിൽ ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നത്. ഇനി നഗരങ്ങളിലാണെങ്കിലോ 2100 കലോറി പെർ ഡേ. അതായത് നഗരങ്ങളിലാണെങ്കിൽ ദാരിദ്ര്യരേഖ കണക്കാക്കുന്നത് പ്രതിദിനം 2100 കലോറി ഊർജ്ജം ലഭിക്കാൻ ആവശ്യമായ ആഹാരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇനി അപ്പോൾ ഇത്രയും മനസ്സിലായി. മാനവ വിഭവ സൂചിക എന്ന് പറഞ്ഞാൽ എന്താണ്, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എങ്ങനെയാണ് ഗ്രാമങ്ങളിൽ കണക്കാക്കുന്നത്, നഗരങ്ങളിൽ എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചു. ഇനി ഇന്ത്യയിലെ ദാരിദ്ര്യരേഖാ നിർണയ കമ്മിറ്റികൾ ഏതെല്ലാം എന്നുള്ളതാണ് പ്രധാന ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ആണ്. ദാരിദ്ര്യരേഖ നിർണയിക്കുന്ന കമ്മിറ്റികൾ ഏതൊക്കെയാണ് ഇന്ത്യയിൽ? ലക്കടാവാല കമ്മിറ്റി. നമുക്ക് ആ പേര് കേൾക്കുമ്പോഴേ ലക്കടാവാല ഏതോ ദാരിദ്ര്യമുള്ള ഒരു പേരാണ്, ലക്കടാവാല കമ്മിറ്റി. അടുത്തത് തെണ്ടുൽക്കർ കമ്മിറ്റി. സച്ചിൻ തെണ്ടുൽക്കറിനെ നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി ഓർത്തു വെക്കാം. തെണ്ടുൽക്കർ ദാരിദ്ര്യരേഖ നിർണയിക്കുന്ന കമ്മിറ്റിയാണ് തെണ്ടുൽക്കർ. സക്സേന കമ്മിറ്റിയാണ് ദാരിദ്ര്യരേഖ നിർണയ കമ്മിറ്റി. സക്സേന കമ്മിറ്റി ഈ ദാരിദ്ര്യരേഖ നിർണയത്തിൽ സക്സസ് ആയ കമ്മിറ്റിയാണെന്ന് ഓർമ്മിച്ചാൽ മതി. സക്സേന കമ്മിറ്റി. രംഗരാജൻ കമ്മിറ്റി. രഘുറാം രാജൻ അല്ല, രംഗരാജൻ കമ്മിറ്റി. അപ്പൊ പ്രധാനപ്പെട്ട 4 കമ്മിറ്റികളുണ്ട്. ലക്കടാവാല എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ദാരിദ്ര്യരേഖ നിർണയം ഒന്ന് അവിടെ ബബിൾ ചെയ്യാം. തെണ്ടുൽക്കർ കമ്മിറ്റി ദാരിദ്ര്യരേഖ നിർണയം, സക്സേന കമ്മിറ്റി, രംഗരാജൻ കമ്മിറ്റി. ഇങ്ങനെ 4 കമ്മിറ്റികളാണ് ദാരിദ്ര്യരേഖ നിർണയ കമ്മിറ്റികളായിട്ട് ഇന്ത്യയിൽ ഉള്ളത്. സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ആസൂത്രണം അല്ലെങ്കിൽ പ്ലാനിംഗ് അല്ലെങ്കിൽ ആസൂത്രണം. ഫാദർ ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഫാദർ ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ്, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് ആരാണ്? ഫാദർ ഓഫ് ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ് ആരാണ്? ആദ്യം ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ പിതാവാര്, ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവാര്. അപ്പൊ എഞ്ചിനീയർ ആയിട്ടുള്ള ഒരാളിനായിരിക്കും നന്നായിട്ട് പ്ലാൻ വരയ്ക്കാൻ അറിയാവുന്നത്, അല്ലെങ്കിൽ നന്നായിട്ട് പ്ലാൻ ചെയ്യാൻ അറിയാവുന്ന ഒരാൾ എഞ്ചിനീയർ ആയിരിക്കുന്നത് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഓർത്തു വെക്കുക. അപ്പൊ ആരാണ് ഇദ്ദേഹം? ഈ എഞ്ചിനീയറിംഗിന്റെ ഫാദറും പ്ലാനിങ്ങിന്റെ ഫാദറുമായ ആൾ ആരാണ്? എം വിശ്വേശ്വരയ്യ. ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായ ബുക്കാണ് പ്ലാൻഡ് ഇക്കണോമി ഫോർ ഇന്ത്യ എന്നുള്ളത് എം വിശ്വേശ്വരയ്യയുടെ പ്രശസ്തമായ ഒരു ബുക്കാണ്. പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പ്ലാൻഡ് ഇക്കണോമി ഫോർ ഇന്ത്യ എന്നുള്ളത് എം വിശ്വേശ്വരയ്യയുടെ പ്രശസ്തമായ ഒരു ബുക്കാണ്.
നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി, ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി ആരംഭിച്ച വർഷം 1938ലാണ് ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി ആരംഭിച്ചത്. ഇതിന്റെ പ്രഥമ അധ്യക്ഷൻ ആരായിരുന്നു? ഫസ്റ്റ് ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആണ് ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി. 1938ൽ ആരംഭിച്ച ദേശീയ പ്ലാനിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ അതിന്റെ പ്രഥമ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഇനി പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട മറ്റൊരു പദ്ധതിയാണ് ബോംബെ പ്ലാൻ. പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട മറ്റൊരു പദ്ധതിയാണ് ബോംബെ പ്ലാൻ എന്ന് പറയുന്നത്. അതിന്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാൽ അർദേശിർ ദലാലാണ്. അർദേശിർ ദലാലാണ് ഇതിന്റെ പിതാവ്. 1944ലാണ് ബോംബെ പദ്ധതി കൊണ്ടുവന്നത്. അർദേശിർ ദലാലാണ് ഇതിന്റെ ഉപജ്ഞാതാവ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബോംബെ പ്ലാനുമായി ബന്ധപ്പെട്ട് ഒരു മലയാളി പ്രവർത്തിച്ചിട്ടുണ്ട്. ആരാണ് അദ്ദേഹം? ജോൺ മത്തായി ആണ്. ജോൺ മത്തായി ആണ് ബോംബെ പ്ലാനിനു പിന്നിൽ പ്രവർത്തിച്ച മലയാളി. ഇനി പീപ്പിൾസ് പ്ലാൻ അല്ലെങ്കിൽ ജനകീയ പദ്ധതി, പീപ്പിൾസ് പ്ലാൻ അല്ലെങ്കിൽ ജനകീയ പദ്ധതി കൊണ്ടുവന്ന ആരാണ്? എം.എൻ. റോയ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടി വളരെ പ്രധാനപ്പെട്ട സംഭാവന നൽകിയ ആളാണ് എം.എൻ. റോയ്. പീപ്പിൾസ് പ്ലാൻ അല്ലെങ്കിൽ ജനകീയ പദ്ധതി കൊണ്ടുവന്നത് ആരാണ്? എം.എൻ. റോയ് ആണ്. നെഹ്റുവിയൻ സോഷ്യലിസം എന്നറിയപ്പെടുന്നത് ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത് എന്നാണ്. ഹിന്ദു വളർച്ചാ നിരക്ക് എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് രാജ് കൃഷ്ണയാണ്. ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത്. ഗാന്ധിയൻ പദ്ധതിയുടെ ഉപജ്ഞാതാവ്, ഞാനിവിടെ എഴുതിയിട്ടില്ല ഇതൊന്നും, ഗാന്ധിയൻ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ശ്രീനാരായൺ അഗർവാൾ ആണ്. ഗാന്ധിയൻ പദ്ധതിയുടെ പിതാവ് ശ്രീനാരായൺ അഗർവാൾ ആണ്. ഇങ്ങനെ ഒരു ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ എന്നൊരു ആശയത്തിന്റെ വക്താവ് ആരാണെന്ന് ചോദിച്ചാൽ ജെ.സി. കുമരപ്പയാണ്. അപ്പോ ഇനി സർവോദയ പ്ലാൻ കൊണ്ടുവന്നത് ജയപ്രകാശ് നാരായണനാണ്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ആദ്യം പഠിക്കാം. പ്ലാനിങ്, ഫാദർ ഓഫ് ഇന്ത്യൻ പ്ലാനിങ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? എം വിശ്വേശ്വരയ്യ. ഫാദർ ഓഫ് എഞ്ചിനീയറിംഗും വിശ്വേശ്വരയ്യയാണ്. പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന ബുക്ക് എഴുതിയതും വിശ്വേശ്വരയ്യയാണ്. നമുക്ക് ഇത് മാത്രം പഠിക്കുമ്പോൾ ഇത് ഓർമ്മയിരിക്കും, പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാം കൂടി കൺഫ്യൂഷൻ ആവും. വിശ്വേശ്വരയ്യയും ദാദാഭായ് നവറോജിയും എല്ലാം കൂടി. അപ്പം പഠിക്കുമ്പോൾ അത് മാത്രം നന്നായിട്ട് പഠിച്ചു പോവുക. എം വിശ്വേശ്വരയ്യയാണ് പ്ലാനിങ്ങിന്റെയും എഞ്ചിനീയറിംഗിന്റെയും പിതാവ്. നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി 1938ൽ സ്ഥാപിച്ചു. അത് ആരാണ് ഫസ്റ്റ് ചെയർമാൻ അധ്യക്ഷനായിരുന്നത്? ജവഹർലാൽ നെഹ്റു ആണ്. ബോംബെ പ്ലാൻ, പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്ലാനാണ് ബോംബെ പ്ലാൻ. 1944 അർദേശിർ ദലാലാണ് ഇതിന്റെ സ്ഥാപകൻ. ജോൺ മത്തായി ആണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച മലയാളി. പീപ്പിൾസ് പ്ലാൻ അല്ലെങ്കിൽ ജനകീയ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാൽ എം.എൻ. റോയ് ആണ്. 1945ലാണ് അദ്ദേഹം ഈ പദ്ധതി കൊണ്ടുവന്നത്. സർവോദയ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാൽ ജയപ്രകാശ് നാരായണനാണ് സർവോദയ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്. അടുത്തായി നമുക്ക് പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ച് പഠിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല് എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ്? പ്ലാനിംഗ് കമ്മീഷനെയാണ്. സാമ്പത്തിക ക്യാബിനറ്റ്, സൂപ്പർ ക്യാബിനറ്റ് എന്നിങ്ങനെയൊക്കെ ഇതിന് വിശേഷണമുണ്ട്. ഈ പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് എന്താണ്? 1950 മാർച്ച് 15-നാണ് പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത്. 1950 മാർച്ച് 15-ന്. അപ്പോ ഇതിന്റെ രൂപവൽക്കരണത്തിന് കാരണമായ ഭരണഘടനാ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ, നിർദ്ദേശക തത്വങ്ങളാണ് പ്ലാനിംഗ് കമ്മീഷന്റെ രൂപീകരണത്തിന് കാരണമായ ഭരണഘടനാ ഭാഗം. ഇതൊരു അഡ്വൈസറി ബോഡി, ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയല്ല, അഡ്വൈസറി കമ്മിറ്റിയാണ്. ഇതൊരു ഉപദേശക സമിതിയാണ്, ഭരണഘടനാ സ്ഥാപനമല്ല. ആസൂത്രണ കമ്മീഷനിലെ അംഗങ്ങളെയും മറ്റും നിയമിക്കുന്നത്, ഉപാധ്യക്ഷനെയും അംഗങ്ങളെയും കേന്ദ്ര ക്യാബിനറ്റ് ആണ്, സെൻട്രൽ ക്യാബിനറ്റ് ആണ് ഇതിലെ അംഗങ്ങളെ നിയമിക്കുന്നത്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യോജന ഭവനാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ദാരിദ്ര്യരേഖ നിർണയിച്ചിരുന്നത് ആസൂത്രണ കമ്മീഷനാണ്. മുൻപ് ദാരിദ്ര്യരേഖ നിർണയിച്ചിരിക്കുന്നത് പ്ലാനിംഗ് കമ്മീഷൻ. ഇതിന്റെ ചെയർമാൻ ആരായിരിക്കും ചോദിച്ചാൽ പ്രൈം മിനിസ്റ്റർ ആണ് ഇതിന്റെ ചെയർമാൻ. പ്രധാനമന്ത്രി ആയിരിക്കും പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ. അപ്പോ പ്ലാനിംഗ് കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ യോജന ഭവനാണ്. കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് കമ്മീഷൻ എന്നാണ് രൂപീകരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1967ലാണ് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്ന സ്ഥാപനം രൂപം കൊണ്ടത്. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പോൾ നമ്മുടെ രാജ്യത്തില്ല. അതിന് പകരമായി നിലവിൽ വന്നതാണ് നീതി ആയോഗ്. ഇതിന് കഴിഞ്ഞ 2019 VO പരീക്ഷയ്ക്ക് ഇതിൽ നിന്ന് ഒരു 3-4 ചോദ്യം ഉണ്ടായിരുന്നു. എല്ലാ ജില്ലകളിലും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പ്ലാനിംഗ് കമ്മീഷന് പകരമായി നിലവിൽ വന്ന എന്താണെന്നുള്ളത് ചോദ്യം ഉണ്ടായിരുന്നു. നീതി ആയോഗ്
അതിന് പകരമായി നിലവിൽ വന്ന ഒരു സംവിധാനമാണ് നീതി ആയോഗ്. എന്താണ് അതിന്റെ ഫുൾ ഫോം? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നുള്ളതാണ് ഇതിന്റെ പൂർണ്ണ രൂപം. നീതി ആയോഗ് പ്ലാനിംഗ് കമ്മീഷന് പകരമായി നിലവിൽ വന്നൊരു സംവിധാനമാണിത്. 2015 ജനുവരി 1 നിലവിൽ വന്നത്. 2015 ജനുവരി 1 നിലവിൽ വന്നത്. ഇതിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇതിന്റെ ചെയർമാനും പ്രൈം മിനിസ്റ്റർ തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദിയാണ് ഫസ്റ്റ് ചെയർമാൻ. സെക്കൻഡ് ചെയർമാനും നരേന്ദ്രമോദി തന്നെയാണ്, നമ്മുടെ പ്രൈം മിനിസ്റ്റർ. ഫസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാൻ അരവിന്ദ് പനഗിരിയ ആയിരുന്നു. ഫസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാൻ ആയിരുന്നത് അരവിന്ദ് പനഗിരിയ. അരവിന്ദ് പനഗിരിയാണ് ആദ്യ ഉപാധ്യക്ഷൻ. അരവിന്ദ് പനഗിരി ആയിരുന്നു. ഫസ്റ്റ് സിഇഒ ആരായിരുന്നു? പ്രഥമ സിഇഒ ആയിരുന്നു? സിന്ധുശ്രീ ഗുള്ളാർ ആയിരുന്നു ഫസ്റ്റ് സിഇഒ ആയിരുന്നത്. ഇനി നീതി ആയോഗിന്റെ ഭരണസമിതിയിൽ ആരെല്ലാം ഉണ്ടായിരിക്കും? ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാര് കാണും, കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ലഫ്റ്റനന്റ് ഗവർണർമാർ കാണും, പ്രധാനമന്ത്രി നിയമിക്കുന്ന 4 കേന്ദ്രമന്ത്രിമാരും ഇതിൽ താൽക്കാലിക അംഗങ്ങളായിരിക്കും. പ്രധാനമന്ത്രി നിയമിക്കുന്ന 4 കേന്ദ്രമന്ത്രിമാരും എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലാണെങ്കിൽ ലഫ്റ്റനന്റ് ഗവർണർമാരും ഇതിലെ അംഗങ്ങളായിരിക്കും. ഇതിന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രി ആയിരിക്കുകയും ചെയ്യും. ഇനി അരവിന്ദ് പനഗിരിയാണ് ഫസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാൻ, ആദ്യ ഉപാധ്യക്ഷൻ. ദി ഇന്ത്യ ദ എമർജിംഗ് ജയന്റ് എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ ബുക്കാണ്. ഇന്ത്യ ദ എമർജിംഗ് ജയന്റ്. എന്നാൽ നമ്മുടെ ഇപ്പോഴത്തെ സിഇഒ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സിഇഒ ആണ് അമിതാഭ് കാന്ത് ആണ് ഇപ്പോഴത്തെ നീതി ആയോഗിന്റെ സിഇഒ. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ് അമിതാഭ് കാന്ത് എന്ന് പറയുന്നത്. അമിതാഭ് കാന്ത് ആണ് ഇപ്പോഴത്തെ സിഇഒ. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ബുക്ക് ഏതാണ്? ബ്രാൻഡിംഗ് ഇന്ത്യ ആൻഡ് ഇൻക്രെഡിബിൾ സ്റ്റോറി എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് അമിതാഭ് കാന്ത് ആണ്. ഇനി ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ ആരാണ്? ഇപ്പോഴത്തെ നീതി ആയോഗിന്റെ ഉപാധ്യക്ഷനാണ് രാജീവ് കുമാർ. ഇത് 2 കാര്യങ്ങളും പ്രത്യേകിച്ച് പഠിക്കുക. ഇനി നമുക്ക് പഠിക്കാൻ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് NDCയും ഗവേണിംഗ് കൗൺസിലും. എന്താണ് NDC? നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ അല്ലെങ്കിൽ ദേശീയ വികസന സമിതി. ഇത് ഒരു അഡ്വൈസറി ബോഡിയാണ്. ഇതൊരു ഉപദേശക സമിതിയാണ്. പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അനുമതി നൽകുന്നത് ഉപദേശക സമിതിയാണ്. പഞ്ചവത്സര പദ്ധതികളെ കുറിച്ച് നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഇതിന് ഒരു അന്തിമ ഉപദേശം നൽകുന്നത്, അന്തിമമായ അംഗീകാരം നൽകുന്നത് ആരാണെന്ന് ചോദിച്ചാൽ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ, ദേശീയ വികസന സമിതിയാണ്. ഇതിന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. ഇത് രൂപം കൊണ്ടത് 1952 ഓഗസ്റ്റ് 6 അപ്പോൾ NDC രൂപം കൊണ്ട വർഷം 1952. ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. ഇനി നമുക്ക് ഗവേണിംഗ് കൗൺസിലിനെ കുറിച്ച് പഠിക്കാം. NDCക്ക് പകരമായി രൂപം കൊണ്ട സംവിധാനമാണ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇപ്പോൾ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ എന്ന് പറയുന്ന ദേശീയ വികസന സമിതി ഇപ്പോൾ നിലനിൽക്കുന്നില്ല. അതിന് പകരമായി ഗവേണിംഗ് കൗൺസിൽ എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ ഉള്ളത്. ഇതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ് ഇതിന്റെ അധ്യക്ഷൻ. ഇതില് ചീഫ് മിനിസ്റ്റേഴ്സും നമ്മുടെ ലഫ്റ്റനന്റ് ഗവർണർമാരും യൂണിയൻ ടെറിട്ടറീസിൽ നിന്നുള്ള ലഫ്റ്റനന്റ് ഗവർണർമാരും ഇതിലെ അംഗങ്ങളാണ്. ഈ ഗവേണിംഗ് കൗൺസിലിലെ മുഴുവൻ സമയ അംഗങ്ങൾ ആരെല്ലാമാണ്? രമേശ് ചന്ദ്, DK സാരസ്വത്, ബിബേക് ദബ്രോയ്. ആരൊക്കെയാണ്? രമേശ് ചന്ദ്, DK സാരസ്വത്, ബിബേക് ദബ്രോയ് തുടങ്ങിയവരാണ് ഗവേണിംഗ് കൗൺസിലിലെ മുഴുവൻ സമയ അംഗങ്ങൾ. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് എടുത്തത്. പക്ഷേ ടോപ്പിക്ക് മാക്സിമം കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇതിൽ നിന്നും ഒരു 2 മാർക്കെങ്കിലും നിങ്ങൾക്ക് LD ക്ലർക്ക് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും കിട്ടും. സോ നിങ്ങൾ എല്ലാവരും തന്നെ ഇത് പഠിക്കുക. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന്റെ സെക്കൻഡ് പാർട്ട് നമുക്ക് ഇനി പഞ്ചവത്സര പദ്ധതികളും ബാങ്കിങ്ങും ഇൻഷുറൻസ് മേഖലയും ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ഒരു പുതിയ ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.